മൈ മൈൻഡ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് ഫ്രൈ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചിടുക. നല്ല തിളച്ച വെള്ളമാണ് ബൗളിലേക്ക് മാറ്റേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. പൊടിപ്പായാലും കല്ലുപ്പായാലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് ഒന്ന് മൂടി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ സോയ ഇതിനകത്തുനിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമില്ലാതെ കൊയ്യെടുക്കാം. അപ്പം നമ്മളിത് മുഴുവൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കോരി വെച്ച ഈ സോയാബീൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും നന്നായിട്ട് ഇളക്കുക. പച്ചവെള്ളത്തിലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇത് മാറ്റണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞൊരു ബൗളിലേക്ക് മാറ്റണം. നന്നായിട്ട് പിഴിഞ്ഞാലേ ഇതിന് മസാല പിടിക്കുകയുള്ളൂ. നല്ല മുറുക്കി നല്ലോണം പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഇനി മസാല ചേർക്കണം. ഈ സോയാബീനിലേക്ക് ഈ ബബിളിന് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു 2.5 സ്പൂണ് കാശ്മീരി ചില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയുള്ള പേസ്റ്റ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കും. പെരിഞ്ജീരകം നിർബന്ധമായും ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. എങ്കിലേ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് വേണമെങ്കിൽ ഒരു 1/2 സ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് നമുക്ക് കൂട്ടാം. ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം.
അടുത്തത് 2 സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർക്കാം. 1 സ്പൂണ് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇത് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഇതിൻ്റെ ഈ ചേരുവകളൊക്കെ ചേരുന്ന വിധം കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്നതിന് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ പെരുംജീരകവും എല്ലാം ഇട്ടത് കൊണ്ട് നല്ലൊരു മണമാണ് വരുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി 1 മണിക്കൂർ സെറ്റ് ആകാൻ വേണ്ടി മാറ്റി വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ ഇടുന്നേരം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിലൊന്ന് പറ്റി പിടിക്കാതെ വിട്ടൊക്കെ രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇത് അധികമാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് സമയം മുഴുവനായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സമയമുള്ളവർ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുത്താൽ അത്ര നല്ലതാണ്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അന്നേരം നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മൊരിയുന്ന സമയമാണ് ഏകദേശം ഇതിൻ്റെ വേവ്. ഇപ്പോഴത്തേക്ക് നല്ലോണം മൊരിഞ്ഞ് വരും. ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം.
അപ്പം സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവർ തന്നെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അഭിപ്രായം അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് മക്കളെ, ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് അല്ലു, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് സോയ ചങ്ക്സ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഏത് ഫുഡിൻ്റെ കൂടെയും കഴിക്കാം. അത്രയും സൂപ്പറാണ് സാധനം. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.